എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. 6 of Wands, Hermit mode, 9 of Swords, High Priestess, 3 of Wands, Hanged Man energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 6 of Wands and 3 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിലാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാസമാണ്. വളരെയധികം കരിയറിൽ ശ്രദ്ധിക്കുന്ന സമയമായതുകൊണ്ട് കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. അത് മാത്രമല്ല കരിയറിൽ ഒത്തിരി അവസരങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ജോലിയിൽ ഒത്തിരി അധികം ഉയർച്ച നേടാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ജോലിയിൽ ഉയർച്ച എന്ന് പറയുമ്പോൾ ജോലിയിൽ പല മാറ്റങ്ങൾ കൂടി വരുന്ന സമയമാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയിൽ പ്രമോഷനോ അതുപോലുള്ള കാര്യങ്ങൾ, ഹയർ പോസ്റ്റിലേക്ക്, മാനേജർ പൊസിഷനിലേക്ക്, അതിൽ ഉപരി ഒത്തിരി അക്കംപ്ലിഷ്മെൻറ്റ്, ജോലിയിൽ അച്ചീവ്മെൻറ്റ്, പ്രത്യേക അച്ചീവ്മെൻറ്റ്, അവാർഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങളുടെ ജോലിയിൽ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവും, നിങ്ങൾ ഫെയിം ആൻഡ് ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. ഒരു ഇൻഫ്ലുവൻസർ എനർജി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയിലേക്ക് പോകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബർ, ആ ഒരു ഇൻസ്റ്റഗ്രാം അതുപോലുള്ള സോഷ്യൽ മീഡിയ അതിൽ കുറച്ചുകൂടി ഒരു ഫേമസ് ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കൂടി അതിൽ സാധ്യതകൾ തെളിയുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾ കലാപരമായിട്ട് കഴിവുകളുള്ള ആളുകളാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നൊരു സമയമാണ്. ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ 4 പേരുടെ അഭിപ്രായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അത് ആ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ കേൾക്കണം, അല്ലെങ്കിൽ നല്ലത് കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു പേരും പ്രശസ്തിയിലേക്കും പോകുന്നൊരു സമയമാണ്. ഇപ്പോൾ ഒരു പബ്ലിക് അറ്റൻഷൻ പറഞ്ഞത് മീഡിയ ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ലൈഫിൽ ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ, ചില ആളുകളിൽ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി, ഒരു 9 to 5 ജോബ് ഉണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലോ നിങ്ങളുടെ പാഷൻ, ഇപ്പോൾ എന്തെങ്കിലും മറ്റ് പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലും കൂടെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ സൈഡായിട്ട് ആ ഒരു രീതിയിലും മുന്നോട്ടേക്ക് പോകുന്നു. അത് ഒരു പുതിയൊരു ബിസിനസ്സായിട്ട് സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിസിനസ്സിൽ പതുക്കെ മുന്നേറുകയും പിന്നീട് ഈ ഒരു ജോലിയിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും ഒരു ബിസിനസ്സിലേക്ക്, ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹോബിയായിട്ട് മാത്രം നിർത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൊരു ജോബിലൊരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഏത് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു ചേഞ്ച് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലൊരു മാറ്റവും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, പുതിയ ജോലിയിലേക്ക് കയറുക, അതിനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പം പുതിയ ആപ്ലിക്കേഷൻസ് ഒത്തിരി അയക്കുന്നതായിട്ടും അതേപോലെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന പുതിയ ജോബ് ഓഫർ വരാനുള്ള ചാൻസസും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഉള്ള പല സാഹചര്യങ്ങളിലും കൂടെ ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 3 of Wands എനർജി സിറ്റുവേഷൻസ് ആണ്, മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഒത്തിരി കാലങ്ങളായിട്ട് എന്തോ ഒന്ന് നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങളുടെ കരിയർ, മെയിൻലി കരിയർ ആൻഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകുന്നൊരു സമയം കൂടിയിട്ടുണ്ട്. ഒരു ലക്കി ബ്രേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. അവസരങ്ങൾ വരുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക. ജീവിതത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് കരിയർ ആൻഡ് ഫിനാൻസ് സിറ്റുവേഷനിൽ.
നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡ്, അതായത് ഫിനാൻസ്, കരിയർ എന്നുള്ളൊരു ഇതിൽ മാത്രമല്ല, ഹെർമിറ്റ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ ഇമോഷണലി, മെൻ്റലി, സ്പിരിച്വലി വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആ ഒരു ലൈഫ്, ഇപ്പം നിങ്ങൾ കരിയർ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ആ ഒരു കണക്ഷനിൽ മാത്രം തങ്ങി നിൽക്കുന്നതിൽ നിന്ന് പുറത്ത് കിടക്കുക. അതായത് നിങ്ങളുടെ ഇന്നർ വേൾഡ്, നിങ്ങളുടെ ഉള്ളിൽ ആത്മീയത, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തൽപരരാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ആ ഒരു ലൈഫിലേക്ക് പോകാനോ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമോ സാധ്യതകളോ ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതെങ്ങനെ ആ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയണം, എങ്ങനെ അത് മനസ്സിലാക്കണം. കാരണം നിങ്ങളെ സംബന്ധിച്ചൊരു സമയം എന്ന് പറഞ്ഞൊരു സെൽഫ് ഡിസ്കവറിയുടെ ഒരു സമയം കൂടിയിട്ടാണ്. സോൾ പർപ്പസ്, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതിലുപരി നിങ്ങളുടെ ജീവിതശൈലിയിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുതൽ വൈകുന്നേരം ദിവസം അവസാനിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഒരു ഇന്നർ വിസ്റ്റം, ഒരു ഡീപ്പ് ഇന്നർ വിസ്റ്റം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള ഒരു സൂചനയും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുകയും ആവശ്യത്തിൽ കവിഞ്ഞ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പാർട്ടി, അതുപോലെ നിങ്ങളിപ്പോൾ ഒരു യങ്സ്റ്ററാണ്, ഒരു യൂത്ത്, ആ ഒരു ഇതിലുള്ള ഒരാളാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സൊസൈറ്റി പൊതുവെ പറയുന്ന ആ ഒരു എനർജി, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ ആ ഒരു നൈറ്റ് പാർട്ടീസ് അതുപോലുള്ള കാര്യങ്ങൾ, അതിൽ ഇൻട്രസ്റ്റ് കുറയുകയും, ഇതുപോലെ നിങ്ങൾ അതിനർത്ഥം നിങ്ങൾ സൊസൈറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ തൽപരരല്ല എന്നുള്ളതല്ല, അതിലും ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം, ദിവസം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏത് പ്രായത്തിലുള്ള ആളുകളിലും ആ എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ. അപ്പം നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ഹെർമിറ്റ് മോഡ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു സ്റ്റക്ക് ഫീലിംഗ് ആയിട്ട് അടുത്തിടെ തോന്നുന്നുണ്ട്. ലൈഫിൽ എല്ലാം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കരിയർ ആണെങ്കിൽ കരിയർ, ഫിനാൻസ് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും സ്മൂത്തായിട്ട് ലൈഫ്, ഫ്രണ്ട്സ് സർക്കിൾ, പഠിത്തം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റക്ക് ഫീലിംഗ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ഡ് മാൻ എനർജിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളത്, ഒരു സ്റ്റക്ക് ഫീലിംഗ്, നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങുന്ന ഒരു എനർജിയിലേക്കാണ്, സറണ്ടറിങ് ടു ദ വിൽ ഓഫ് ദ കോസ്മോസ്, ആ ഒരു ഫ്ലോ വിത്ത് ഇറ്റ്, ആ ഒരു ഡിവൈൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ സ്വയം പല കാര്യങ്ങളിലും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന നിമിഷം അല്ലെങ്കിൽ മുഹൂർത്തം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരെയും വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ, കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആളുകളിലേക്ക് വരുമ്പോൾ റിലീജിയസ് ലെവലിലേക്ക് പോകുക. അപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളോ അതുപോലുള്ള കാര്യങ്ങൾ നോർമലി ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അതായത് ബാക്കിയുള്ള ബാഹ്യമായിട്ടുള്ള ആളുകൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വളരെയധികം പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ അത് കൂടാതെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. 9 of Swords and 3 of Wands എനർജി ഉണ്ട്. അപ്പോൾ ഈ ജോലി സംബന്ധമായിട്ട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടി ഇടയ്ക്ക് കുറച്ചൊരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്സ് കൊണ്ടിട്ട് ഓർക്കക്കുറവ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അത് എല്ലാ ദിവസവും അതുപോലെയാണെന്നല്ല, ചില ദിവസങ്ങളിൽ ആ ഒരു ഫീലിങ്ങിലേക്ക് വരാം. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ ആ ഒരു ആങ്സൈറ്റി, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറാനും മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ സ്വീകരിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെയധികം ഇമോഷണലി നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സ്ട്രെസ്സ്, ആങ്സൈറ്റി, ട്രോമ, അതായത് ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർഫസിലേക്ക് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ
എല്ലാം ഉണ്ടെങ്കിലും മനസ്സിന് എന്തോ മിസ് ചെയ്യുന്നു, ഒരു സന്തോഷമില്ല, അനാവശ്യമായിട്ട് പെട്ടെന്ന് സങ്കടം വരിക ഒരു കാരണമില്ലാതെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്, നിങ്ങളൊരു ഡിപ്രസീവ് മോഡിലേക്ക് പോവാം. അപ്പോൾ ഒന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.